ഹായ് ഗായ്സ്, പ്ലസ് ടു സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ഫേം ബേസിക് കോൺസെപ്റ്റ് എന്ന ഭാഗമാണ് ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ആദ്യം തന്നെ കുറച്ച് തിയറിറ്റിക്കൽ പോർഷനാണ് വരുന്നത്. അതിൽ ബേസിക്കായിട്ട് നമ്മൾക്ക് അറിയേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് എ പാർട്ട്ണർഷിപ്പ് ഫേം? സെക്കൻഡ് വൺ, വാട്ട് ആർ ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം? തേർഡ് വൺ, വാട്ട് ഈസ് എ പാർട്ട്ണർഷിപ്പ് ഡീഡ്? അതിൻ്റെ കൂടെ തന്നെ വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇത്രയും കാര്യങ്ങൾ തിയറിറ്റിക്കലാണ്. ഇത് ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഒരു ഷുവർ ബെറ്റ് 4 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ പ്രോബ്ലം പാർട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് പഠിക്കേണ്ടത്, ഫ്രഷായിട്ട് നമ്മൾക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്, ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് പറയുകയാണെങ്കിൽ, വാട്ട് ആർ ദ വേരിയസ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ഓർ വാട്ട് ആർ ദ വേരിയസ് അക്കൗണ്ട്സ് ദാറ്റ് വി ഹാവ് ടു പ്രിപ്പയർ വെൽ മെയിൻറ്റെയിനിങ് ദ അക്കൗണ്ട്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കുക. ഒരു സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നമ്മൾ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയിൽ പഠിച്ചു കഴിഞ്ഞു. അതിലാദ്യം തന്നെ ജേണലൈസ് ചെയ്യുന്നു നമ്മൾ. പിന്നീട് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രിപ്പയറിങ് ട്രയൽ ബാലൻസ്. ആഫ്റ്റർ ദാറ്റ് ഫൈനൽ അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിലും ആപ്ലിക്കബിളാണ്. ഇതിൽ നിന്നും ഒരു വ്യത്യാസവുമില്ല. എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ കേസിൽ ചെയ്യുന്നത്, അതൊക്കെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിൽ ആപ്ലിക്കബിളാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു സോൾ ട്രേഡിംഗ് കൺസേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് മാത്രം പ്രിപ്പയർ ചെയ്യേണ്ട ചില അക്കൗണ്ടുകളുണ്ട്. സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ കേസിൽ നമ്മൾക്ക് അതവിടെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിൽ വരുമ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിന് മാത്രം പ്രിപ്പയർ ചെയ്യേണ്ട ചില എക്സ്ക്ലൂസീവ് അക്കൗണ്ടുകളുണ്ട്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആ അക്കൗണ്ടുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 അക്കൗണ്ടുകളാണുള്ളത്. ഒന്നാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇവിടെ മൂന്നാമതൊരു അക്കൗണ്ട് കൂടി എഴുതിയിട്ടുണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട്. തൽക്കാലം അതിനെ നിങ്ങളങ്ങ് വിട്ടേക്കുക. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടുകളാണ് നമ്മൾക്ക് പഠിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു സോൾ ട്രേഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ പ്രിപ്പയർ ചെയ്യാത്ത 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ നമ്മൾ പ്രത്യേകം ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അക്കൗണ്ടുകളാണ്, ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, സാർ, ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ കേസിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിൽ പ്രിപ്പയർ ചെയ്തത്. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, സോൾ ട്രേഡിംഗ് കൺസേൺ കേസിൽ ഒരു സിംഗിൾ ഓണറാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. എന്നാൽ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിൽ 2 അതിലധികമോ പാർട്ട്നേഴ്സ് ഉണ്ടാകുന്നു, 2 അതിലധികമോ ഓണേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് വരും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വിളിക്കുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതേ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. നോക്കുക, ഒരു സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ കേസിൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ആ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റായിട്ടും സോൾ ട്രേഡർക്ക് അവകാശപ്പെട്ടതാണ്. കാരണം സിംഗിൾ ഓണറാണ്, ആ പ്രോഫിറ്റ് മൊത്തം അയാൾക്ക് അവകാശപ്പെട്ടതാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ആ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് ശ്രദ്ധിക്കുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റലിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യാം. കാരണം അതാണ് ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ് മാന്
ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുക, കൂടെ പ്രോഫിറ്റ് കൂടി തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യും. എന്നാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് മുഴുവനായിട്ടും നമ്മൾക്ക് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഓണർ കൊണ്ടുവരുന്നതല്ല, പകരം രണ്ടോ അതിലധികമോ ആൾക്കാർ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിന് ഒരവകാശിയല്ലുള്ളത്, ഒന്നിൽ കൂടുതൽ അവകാശികളുണ്ട്. അപ്പോൾ ഓരോ പാർട്ട്നേഴ്സിനും കിട്ടേണ്ട പ്രോഫിറ്റ് എത്രയാണ്, അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ് എന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ കേസിൽ അതിൻ്റെ ആവശ്യമില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് കംപ്ലീറ്റ് നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യും, ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡ്. ഓക്കെ. എന്നാൽ ഇവിടെ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിനെ വീണ്ടും നമ്മൾ കുക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്തിട്ട് ഓരോ പാർട്ട്നേഴ്സിനും അവകാശപ്പെട്ട ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനെ ഓരോ പാർട്ട്നേഴ്സിനും അവകാശപ്പെട്ട ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് ആദ്യം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പിന്നീട് ഇത് വ്യക്തമായി പഠിക്കും. So once again, the two important accounts that you have to prepare while maintaining the accounts of partnership firms are the first one, partners capital account, and the second one, profit and loss appropriation account. The first one is partner capital account. Let's see how to prepare a partner capital account. See, before we are going to prepare the partner's capital account, we must know what are the various items or what are the various transactions that should be taken or that should be considered while preparing partner capital account. ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നോടിയായി നമ്മൾ അറിയണം എന്തൊക്കെ ഐറ്റംസാണ്, എന്തൊക്കെ ട്രാൻസാക്ഷനാണ് ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് എന്ന്. All transactions relating to the partner of a firm are recorded in the respective capital account. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ഒരു പാർട്ട്ണർ ഏതൊക്കെ രീതിയിലുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ കാണിച്ചിരിക്കണം. ഹിയർ ഐ മെൻഷൻ 7 ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ്. ടേക്ക് എ ലുക്ക് ഓൺ ദീസ് 7 ഐറ്റംസ്. നോക്കുക, 7 ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട 7 ഇമ്പോർട്ടൻറ്റ് ഐറ്റംസാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അതിൽ ഒന്നാമത്തെ ഐറ്റം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, രണ്ടാമത്തെ ഐറ്റം പാർട്ട്നേഴ്സ് വിഡ്രോവലാണ്, മൂന്നാമത്തത് പാർട്ട്ണർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നാലാമത്തത് പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്ണർ കമ്മീഷൻ, ആൻഡ് ലാസ്റ്റ് വൺ പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. Let us check each and every item separately. The first one is partners capital contribution. Listen, ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഐറ്റമാണ് ആ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ. ഒരു ബിസിനസ്സിൽ ക്യാപിറ്റൽ 2 രീതിയിലാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ക്യാപിറ്റൽ, അതിനെ നമ്മൾ വിളിക്കും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. രണ്ടാമത്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇൻ ബിറ്റ്വീൻ വീണ്ടും ക്യാപിറ്റൽ ആവശ്യമായി വരികയാണെങ്കിൽ ചില പാർട്ട്നേഴ്സ് എക്സ്ട്രാ ക്യാപിറ്റൽ കൊണ്ടുവരും, അതിനെ നമ്മൾ വിളിക്കും അഡീഷണൽ ക്യാപിറ്റൽ എന്ന് വിളിക്കും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും ഇത് രണ്ടും ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഐറ്റമാണ്. ദ സെക്കൻഡ് ഐറ്റം ഈസ് വിഡ്രോവൽസ് അഥവാ ഡ്രോയിങ്സ്. വി നോ വാട്ട് ഈസ് വിഡ്രോവൽസ്. ഡ്രോയിങ്സ് മീൻസ് വെൻ എ പാർട്ട്ണർ withdraws some cash or goods from his business for his personal use is called drawings. ഒരു പാർട്ട്ണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗുഡ്സോ ക്യാഷോ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഡ്രോയിങ്സ് 2 രീതിയിലുണ്ട്. ഒന്ന്, ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. 2, ഡ്രോയിങ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഡ്രോയിങ്സ് എന്ന് വിളിക്കാം. ദ ഫസ്റ്റ് വൺ, ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. എന്താണ് ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, വെൻ എ പാർട്ട്ണർ വിഡ്രോസ് സം ക്യാഷ് ഡയറക്ട്ലി ഫ്രം ഹിസ് ക്യാപിറ്റൽ ബാലൻസ് ഇറ്റ് ഈസ് കോൾഡ് ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഒരു പാർട്ട്ണർ
അയാളുടെ ക്യാപിറ്റൽ ബാലൻസിൽ നിന്നും ക്യാഷ് ഡയറക്റ്റായിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ആൻഡ് സെക്കൻഡ് വൺ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വെൻ എ പാർട്ട്ണർ വിഡ്രോസ് സം മണി ഓർ ഗുഡ്സ് ഫ്രം ഹിസ് ബിസിനസ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. അത് ഡ്രോയിങ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഒരു പാർട്ട്ണർ അയാളുടെ ബിസിനസ്സിൽ നിന്നും ക്യാഷോ ഗുഡ്സോ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് വിളിക്കും. നോക്കുക, ഡ്രോയിങ്സ് രണ്ട് രീതിയിൽ ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. ഒന്ന് ക്യാപിറ്റൽ ബാലൻസിൽ നിന്നും നേരിട്ട് വിഡ്രോ ചെയ്യുന്നത്, അതിനെ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. രണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമാണ്, അത് പിന്നീട് നമ്മൾ പഠിക്കും. രണ്ടാമത്തേത് ഡ്രോയിങ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് അഥവാ ജസ്റ്റ് ഡ്രോയിങ്സ്, ബിസിനസ്സിൽ നിന്നും ഗുഡ്സോ അതുപോലെ തന്നെ ക്യാഷോ വിഡ്രോ ചെയ്യുന്നത്. ഇനി ഏത് ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ് ആണെങ്കിലും ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് ഡ്രോയിങ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ തേർഡ് ഐറ്റം ഈസ് പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. Partners' interest on capital means the interest given on the capital contributed by the partner. ഒരു പാർട്ട്ണർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിൻ്റെ മേലെ ബിസിനസ് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. ഈ പൈസ വേറെ ഒരു ബിസിനസ്സിലാണ് ഈ ബിസിനസ്മാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല, വേറൊരു ബിസിനസ്സില്ല, ഇപ്പോൾ ബാങ്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൽ നിന്നും ഇയാൾക്ക് ഒരു ഇൻകം കിട്ടേണ്ടതാണ്. ആ ഇൻകം അവിടെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ ബിസിനസ്മാൻ ഈ ബിസിനസ്സിൽ ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്മാന് അയാളുടെ ക്യാപിറ്റലിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇഫ് ദ ബിസിനസ് ഈസ് ഗിവിങ് ഇൻട്രസ്റ്റ് ഓൺ ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ആ എമൗണ്ട്, ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണം. The second one is interest on drawings, partners interest on drawings. The fourth one, ഒരു പാർട്ട്ണർക്ക് അയാളുടെ ക്യാപിറ്റലിൻ്റെ മേലെ ബിസിനസ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് പോലെ തന്നെ ഒരു പാർട്ട്ണർ ആ ബിസിനസ്സിൽ നിന്നും വിഡ്രോ ചെയ്ത തുകയുടെ മേലെ ഇൻട്രസ്റ്റ് ഈടാക്കാൻ ബിസിനസ്സിന് റൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു പാർട്ട്ണർ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്ത എമൗണ്ടിൻ്റെ മേലെ ബിസിനസ് ഇൻട്രസ്റ്റ് ഈടാക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് പാർട്ട്നേഴ്സ് സാലറി ആൻഡ് പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഇപ്പോൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന പാർട്ട്നേഴ്സിന് ചിലപ്പോൾ സാലറി, കമ്മീഷൻ ഇതൊക്കെ കൊടുക്കാൻ നിബന്ധനയുണ്ട്. ഇങ്ങനെ ഒരു പാർട്ട്ണർക്ക് സാലറിയും കമ്മീഷനും കിട്ടുന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും പാർട്ട്നേഴ്സിൻ്റെ സാലറി, അയാൾക്ക് കിട്ടുന്ന സാലറിയും അയാൾക്ക് കിട്ടുന്ന കമ്മീഷനും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ പാർട്ട്നേഴ്സ് സാലറി ആൻഡ് പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഇനി മുകളിൽ പറഞ്ഞ 4 ഐറ്റംസ് നമ്മൾക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാം. പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഈ 4 ഐറ്റവും കൺസിഡർ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ 4 ഐറ്റവും ആക്റ്റീവ് ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വെൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പെർമിറ്റ്സ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ 4 ഐറ്റവും ഇതിനും പാർട്ട്നേഴ്സ് അർഹതയുള്ളൂ. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്ണർക്ക് കിട്ടണമെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം റിട്ടേൺ എഗ്രിമെൻ്റ് ആണ്. ആ റിട്ടേൺ എഗ്രിമെൻറ്റിൽ ഓൾറെഡി പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെന്നും അത് ഇത്ര ശതമാനം കൊടുക്കണമെന്നും ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടൂ. അതുപോലെ തന്നെയാണ് പാർട്ട്നേഴ്സിൻ്റെ സാലറിയും പാർട്ട്നേഴ്സിൻ്റെ കമ്മീഷനും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും പാർട്ട്ണർ ബിസിനസ്സിന് തിരികെ കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇഫ് ദർ ഈസ് നോ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഐറ്റം ഒന്നും തന്നെ അങ്ങനെയാണെങ്കിൽ പാർട്ട്ണർക്ക് സാലറിയും പാർട്ട്ണർക്ക് കമ്മീഷനും പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒന്നും തന്നെ ലഭിക്കുകയില്ല. നമ്മൾ ഈ ഐറ്റംസ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ശ്രദ്ധിക്കണം. ഈ 4 ഐറ്റംസും ആപ്ലിക്കബിൾ ആകുന്നത് വെൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പെർമിറ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ ഈ 4 ഐറ്റവും ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ ഒരു പാർട്ട്ണർക്ക് സാലറിയും കമ്മീഷനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അർഹതയില്ല. അതുപോലെ തന്നെ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കേണ്ടതുമില്ല. ദ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഐറ്റം ഈസ് പാർട്ട്ണർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മൾക്കറിയാം, നമ്മൾ ബിസിനസ് ചെയ്യുന്നത് തന്നെ ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഡൂയിങ് ബിസിനസ് ഈസ് മേക്കിംഗ് പ്രോഫിറ്റാണ്. അപ്പോൾ ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ഐറ്റമാണ് ആ പാർട്ട്ണർക്ക് കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഷെയർ ഓഫ് ലോസ്. പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം
ഒരു ഷെയർ നമ്മൾ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണം. ഇനി പ്രോഫിറ്റല്ല ലോസ് ആണെങ്കിലോ, ലോസ് ആണെങ്കിൽ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണം. സോ ഒന്നുകൂടി നമുക്ക് സമപ്പ് ചെയ്യാം. ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട 7 ഇമ്പോർട്ടൻ്റ് ഐറ്റംസിൽ ഫസ്റ്റ് വൺ പാർട്ട്ണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, അത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലും ഉണ്ട്, അഡീഷണൽ ക്യാപിറ്റലും ഉണ്ട്. രണ്ടാമത്തത് വിഡ്രോവൽസ് ആണ്, അത് ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഡ്രോയിങ്സ് ആണ്. അടുത്തത് പാർട്ട്ണർ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. നാലാമത്തത് പാർട്ട്ണർ ബിസിനസ്സിലേക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. മറ്റേത് പാർട്ട്നേഴ്സിന് കിട്ടുന്ന സാലറിയാണ്, കമ്മീഷനാണ്. ലാസ്റ്റ് വൺ പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസാണ്. ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട പ്രധാന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ട്രാൻസാക്ഷൻസിൽ ഈ ഇമ്പോർട്ടൻറ്റ് ഐറ്റംസിൽ ചില ഐറ്റംസ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, ചില ഐറ്റംസ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇതിൽ ഏതൊക്കെ ഐറ്റംസ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ഏതൊക്കെ ഐറ്റംസ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കുക, ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നതിന് മുമ്പിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടിങ് റൂൾസ് ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച അക്കൗണ്ടിങ് റൂൾസിൽ ഒന്ന് എന്ന് പറയുന്നത്, when there is an increase in the liability account, that should be credited, and when there is a decrease in the liability account, that should be debited. ലാബിലിറ്റിൻ്റെ കേസിൽ അക്കൗണ്ടിങ് റൂൾസ് എന്ന് പറയുന്നത് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴൊക്കെ ക്രെഡിറ്റ് ചെയ്യുകയും ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോഴൊക്കെ ഡെബിറ്റ് ചെയ്യുകയുമാണ് വേണ്ടത്. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലയബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ when there is an increase in the capital balance of partner or any item that helps to increase the capital balance should be credited. ശ്രദ്ധിക്കുക, ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം കാരണം പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഐറ്റം പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, when there is a decrease in the capital balance of a partner or any item that helps to decrease the capital balance of a partner should be debited in that partner's capital account. പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം കാരണം ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് കുറയുകയാണെങ്കിൽ ആ ഐറ്റത്തെ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഐറ്റം ഒന്നെടുത്ത് നോക്കാം. ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലാണ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇറ്റ്സെൽഫ് തന്നെയാണ്, ക്യാപിറ്റൽ ലാബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലിനെ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യുന്നത് നമ്മൾക്കറിയാം, ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് അഡീഷണൽ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ അഡീഷണലായിട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് നിലവിലുള്ള ക്യാപിറ്റൽ ബാലൻസ് വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്കറിയാം, ഏതെങ്കിലും ഒരു ഐറ്റം പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ ആ ഐറ്റത്തെ നമ്മളെന്ത് ചെയ്യണം, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ മൂലം പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അഡീഷണൽ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യണം, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ജേർണൽ എൻട്രി നമ്മൾക്കറിയാം, ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുകയും ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ഐറ്റം നമ്മൾ കിട്ടുക ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ക്യാപിറ്റലിൻ്റെ മേലെ ബിസിനസ്മാന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മൂലം ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അങ്ങനെ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ നമ്മൾ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഐറ്റം പാർട്ട്നേഴ്സ് സാലറിയും പാർട്ട്നേഴ്സ് കമ്മീഷൻ. പാർട്ട്ണർക്ക് കിട്ടുന്ന സാലറിയും പാർട്ട്ണർക്ക് കിട്ടുന്ന കമ്മീഷനും, ഇത് രണ്ടും പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ട് പാർട്ട്നേഴ്സ് സാലറി ആൻഡ് പാർട്ട്നേഴ്സ് കമ്മീഷൻ ബോത്ത് ഐറ്റം ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്.
ഇനി നമ്മൾക്ക് നേരെ ഡെബിറ്റ് സൈഡിലേക്ക് പോകാം. ഡെബിറ്റ് സൈഡിൽ എടുക്കേണ്ട ഒന്നാമത്തെ ഐറ്റമാണ് ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റലിലേക്ക് കൊണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഒന്നാമത്തെ ഐറ്റമാണ് ഡ്രോയിങ്സ്. നമ്മൾക്കറിയാം വിഡ്രോവൽസ് അഥവാ ഡ്രോയിങ്സ് വരുമ്പോൾ പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് കുറയുകയാണോ ചെയ്യുക കൂടുകയാണോ ചെയ്യുക? സപ്പോസ് 1,00,000 രൂപയാണ് ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ്. അതിൽ നിന്നും പാർട്ട്ണർ 20,000 രൂപ വിഡ്രോ ചെയ്യുന്നു. ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ 1,00,000 ആണെന്ന് വിചാരിക്കുക, ക്യാപിറ്റൽ ബാലൻസ് 1,00,000 ആണെന്ന് വിചാരിക്കുക. ആ 1,00,000 നിന്നും 20,000 രൂപ പാർട്ട്ണർ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എഫക്റ്റ് എന്ന് പറയുന്നത് 1,00,000 എന്ന് പറയുന്ന ക്യാപിറ്റൽ ബാലൻസ് 80,000 കുറയുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് കുറയാൻ ഏതൊക്കെ ഐറ്റം സഹായിക്കുന്നുണ്ടോ, കാരണമാകുന്നുണ്ടോ, ആ ഐറ്റത്തെ നമ്മൾ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ആ ഐറ്റത്തെ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിഡ്രോവൽസ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി അല്ല ജസ്റ്റ് ഡ്രോയിങ്സ് ആണ് പറഞ്ഞതെങ്കിൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് മെൻഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഡ്രോയിങ്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രോയിങ്സ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുക. ഡ്രോയിങ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമ്മൾക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് കുറയാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഡ്രോയിങ്സിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും അതേ എഫക്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാരണം പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് കുറയാനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെയും പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. സോ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം ഈസ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഷെയർ ഓഫ് ലോസ്. ഇത് രണ്ടും നോക്കുക. ഒരു ബിസിനസ്സിന് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് തന്നെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ലോസ് ആകാം. ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ, ഒരു ബിസിനസ്സിന് പ്രോഫിറ്റാണ് ബിസിനസ് പാർട്ട്ണർക്ക് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാരണം പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ, പ്രോഫിറ്റാണ് കിട്ടുന്നതെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റിനെ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതല്ല ബിസിനസ്സിൽ നിന്ന് ലോസാണ് വരുന്നതെങ്കിൽ ഷെയർ ഓഫ് ലോസ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് കുറയാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഷെയർ ഓഫ് ലോസ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ എന്ന് എഴുതുന്നു, ഇന്നർ കോളത്തിൽ ക്യാപിറ്റൽ എമൗണ്ട് എഴുതുന്നു. അതിനുശേഷം ആഡ് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുന്നു, നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യുന്നു. ആ അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഇവിടെയും അക്കൗണ്ട് വഴി കാണിക്കുന്നത്. ഷെയർ ഓഫ് പ്രോഫിറ്റ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അതല്ല ലോസ് ആണെങ്കിൽ ഷെയർ ഓഫ് ലോസ് കാരണം പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് കുറയാനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് ഷെയർ ഓഫ് ലോസ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഐറ്റംസ് ഏതൊക്കെ ഐറ്റംസ് ഡെബിറ്റ് ചെയ്യും, ഏതൊക്കെ ഐറ്റംസ് ക്രെഡിറ്റ് ചെയ്യും, എങ്ങനെയാണ് അത് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക, ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട്. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക, ക്യാഷ് എന്ന് പറഞ്ഞിട്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇത് മൂന്നും ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഡ്രോയിങ്സ് അത് രണ്ട് രീതിയിലുണ്ട്. ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, അത് ജസ്റ്റ് ഡ്രോയിങ്സ് ഉണ്ട്. ഇത് രണ്ടും തന്നെ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ക്യാഷും ഡ്രോയിങ്സും എന്ന് പറഞ്ഞിട്ടാണ് ഡെബിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ലാസ്റ്റ് വൺ ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഷെയർ ഓഫ് ലോസ്. പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക, ലോസ് ആണെങ്കിൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. അതിനുശേഷം ഡെബിറ്റും ക്രെഡിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ നമ്മൾക്കറിയാം ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ സൈഡ് കൂട്ടുക, ഏതാണോ വലുത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്രെഡിറ്റ് സൈഡ് ടോട്ടലാണ് കൂട്ടുന്നതെങ്കിൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഓക്കെ, അതാണ് എന്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ, പാർട്ട്ണറുടെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ. അപ്പം ഇതാണ് ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ മാതൃക, പ്രൊഫോർമ ഓഫ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മോഡലാണ് ഇത്. ഇത് തന്നെയാണ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട്.